നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഓണമാവേശത്തിൽ ഗൾഫ് മലയാളികളും ഓണവിപണികളിൽ വൻ തിരക്ക്. നാളെ ഉത്രാടപ്പാച്ചിൽ. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് തുടക്കം. UAE-യിൽ ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്ന തൊഴിലുടമകൾ ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് ഓഫീസുകളെ മാത്രം സമീപിക്കണമെന്ന് ആവർത്തിച്ച അധികൃതർ. മുന്നറിയിപ്പ് നൽകിയത് UAE മാനവ വിഭവശേഷി മന്ത്രാലയം. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴത്തുകയടയ്ക്കാതെ നിരത്തിലിറക്കിയ 100 കണക്കിന് വാഹനങ്ങൾ പിടിച്ചെടുത്ത് ദുബായ് പോലീസ്. പോലീസ് കസ്റ്റഡിയിലെടുത്തത് 497 വാഹനങ്ങൾ. എമിറേറ്റിലെ 32 സർക്കാർ സ്ഥാപനങ്ങളിലും ഏകീകൃത വർക്ക് ഫോഴ്സ് പ്രൊഡക്ടിവിറ്റി മെഷർമെന്റ് സിസ്റ്റം നടപ്പാക്കി ദുബായ്. സർക്കാർ ജീവനക്കാരുടെ എണ്ണം, ചെലവ്, സേവനങ്ങളുടെ കാര്യക്ഷമത എന്നിവ AI ഉപയോഗിച്ച് കൂടുതൽ കൃത്യമായി നിശ്ചയിക്കും. സുഹൈൽ സീസണിലേക്ക് കടന്ന് UAE. പുലർച്ചെ കനത്ത മഞ്ഞും അന്തരീക്ഷ ഈർപ്പവും മൂടിയതിനാൽ സുഹൈൽ നക്ഷത്രത്തെ കാണാൻ സാധിച്ചില്ല. വിശദമായി നോക്കാം. ഉത്രാടപ്പാച്ചിലിലേക്ക് കടന്നിരിക്കുകയാണ് ഗൾഫിലെ മലയാളികളും. ഓണസദ്യ ഒരുക്കാൻ സാധനങ്ങൾ വാങ്ങാനെത്തിയവരുടെ തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കണ്ടത്. വാഴയില മുതൽ വിവിധ തരത്തിലുള്ള പൂക്കൾ വരെ ഇത്തവണയും വിപണിയിലെത്തിയിട്ടുണ്ട്. ബുധനാഴ്ചയാണ് ഓണമെങ്കിലും അതിനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്ക് ഗൾഫിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് ഇന്ന് തന്നെ ദൃശ്യമാണ്. ഓണമയമാണ് ഗൾഫിലെവിടെയും. ദിവസങ്ങൾക്ക് മുമ്പേ നാട്ടിലെ ഓണച്ചന്തയ്ക്ക് സമാനമായി സൂപ്പർ മാർക്കറ്റുകൾ അലങ്കരിച്ചൊരുക്കിയിട്ടുണ്ട്. ഉത്രാടം ചൊവ്വാഴ്ചയാണെങ്കിലും ഉത്രാടപ്പാച്ചിൽ നേരത്തെ തന്നെ തുടങ്ങി. ലീവുള്ള ദിവസം സദ്യക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് മലയാളികൾ. ഈ വർഷം ബുധനാഴ്ച ആയതുകൊണ്ട് ജോലിയുള്ള ദിവസമാണ്. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഓണസദ്യ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞങ്ങൾ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് വൈകുന്നേരമായിരിക്കും ഓണം ആഘോഷിക്കുന്നത്. 2-3 വീടുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ കുറേശ്ശെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരിടത്ത് വന്നിരുന്ന് നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് വില കൊടുത്തും ചിലർ തിരുവോണം തന്നെ ആഘോഷിക്കുന്നുമുണ്ട്. ഓണസദ്യ ഒരുക്കാനുള്ള വാഴയില മുതൽ കായ വറുത്തത് വരെ എല്ലായിടത്തും സ്റ്റോക്കുണ്ട്. പൂക്കളും ലോഡ് കണക്കിന് എത്തിക്കഴിഞ്ഞു. എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഓണത്തിൻ്റെതായ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. കടപ്രഥമൻ ഉൾപ്പെടെ എല്ലാം ഉണ്ടാക്കും. വീട്ടിലെ അമ്മയും കുഞ്ഞൊക്കെ നാട്ടിലാണ്, വർക്കുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നുണ്ടാവും മിക്കവാറും. നാട്ടിൽ പരമാവധി 4-ാം ഓണം വരെ ആഘോഷിച്ച് ഇക്കൊല്ലത്തെ ഓണക്കാലം തീരുമെങ്കിലും ഗൾഫിലെ ഓണം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് അപ്പോഴാണ്. പിന്നെ അടുത്ത ക്രിസ്മസ് വരെ ഈ ഓണാഘോഷം തുടരും. അങ്ങനെ ഒരു മാരത്തൺ ഓണക്കാലത്തിനു കൂടി തുടക്കമാവുകയാണ്. ദുബായിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം CP വിപിൻ ദാസ്, അമൃത ന്യൂസ്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്തെ ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് തുടക്കമായി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഓണം വാരാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയായിരുന്നു. ഈ മാസം 30 വരെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണം ടൂറിസം വാരാഘോഷം. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ സവിശേഷതകൾ തുടരണമെന്നും ലോകത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റണമെന്നും ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പറഞ്ഞു. നമുക്കൊരു മനോഹരമായ ചരിത്രമുണ്ട്. ദൈവം നമുക്ക് വരദാനമായി നൽകിയ ദൈവത്തിന്റെ സ്വന്തം നാടുണ്ട്. 600 കിലോമീറ്റർ കടലുണ്ട്. 44 നദികളുണ്ട്, തടാകങ്ങളുണ്ട്. ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്ന പശ്ചിമഘട്ട മലനിരകളുണ്ട്. ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും വൈവിധ്യമുള്ള കാഴ്ചകൾ ലോകത്തൊരിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിന്റെ മുഴുവൻ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റണം. നല്ല ഭരണാധികാരിയെ നാടെന്നും ഓർക്കുമെന്നും പുതുതലമുറയെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ആയുധമായി തൂഫാൻ മാറുമെന്നും വിശിഷ്ടാതിഥിയായ നടൻ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. ഒരു നല്ല ഭരണാധികാരി കാലങ്ങൾക്ക് അതീതമായി എന്നും ഓർമ്മിക്കപ്പെടും, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാബലി ആഘോഷിക്കുന്ന ഓണം.
ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടി ശോഭനയുടെ നൃത്താവിഷ്കാരത്തോടെയാണ് കലാപരിപാടികൾക്ക് തുടക്കമായത്. സംസ്ഥാനത്താകെ വിവിധ ജില്ലകളിലായി 8,000-ലേറെ കലാകാരന്മാർ പങ്കാളികളാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UAE-യിൽ ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്ന തൊഴിലുടമകൾ ലൈസൻസുള്ള റിക്രൂട്ട്മെന്റ് ഓഫീസുകളെ മാത്രം സമീപിക്കണമെന്ന് ആവർത്തിച്ച് അധികൃതർ. UAE മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ലൈസൻസ് ഇല്ലാത്ത ഏജൻസികളിൽ നിന്ന് തൊഴിലാളികളെ നിയമിച്ചാൽ നിയമപരമായ സംരക്ഷണം ലഭിക്കില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ലൈസൻസുള്ള ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ ഔദ്യോഗികമായി നിശ്ചയിച്ച നിരക്കുകൾ പാലിക്കുകയും പരിശീലനം ലഭിച്ച യോഗ്യതയുള്ള തൊഴിലാളികളെ നൽകുകയും വേണം. നിയമപ്രകാരം 2 വർഷത്തെ ഗ്യാരണ്ടിയും ഇത്തരം ഓഫീസുകൾ നൽകേണ്ടതുണ്ട്. തൊഴിലാളി ന്യായമായ കാരണമില്ലാതെ കരാർ അവസാനിപ്പിക്കുക, മതിയായ കാരണമില്ലാതെ ജോലി ഉപേക്ഷിക്കുക, ആരോഗ്യപരമായി ജോലിക്ക് അയോഗ്യനാകുക, കരാറിൽ നിശ്ചയിച്ച ജോലി നിർവഹിക്കാൻ കഴിയാതിരിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ആദ്യ 6 മാസത്തിനിടെ തൊഴിലുടമയ്ക്ക് തൊഴിലാളിയെ മാറ്റി നൽകാനോ റിക്രൂട്ട്മെന്റ് ചെലവ് തിരികെ ലഭിക്കാനോ ആവശ്യപ്പെടാം. തൊഴിലാളിയുടെ വേതനം കൃത്യസമയത്ത് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി നൽകുക, അനുയോജ്യമായ താമസ സൗകര്യവും ആരോഗ്യപരിചരണവും ഉറപ്പാക്കുക, നിയമപ്രകാരമുള്ള അവധിയും മറ്റ് തൊഴിൽ അവകാശങ്ങളും നൽകുക എന്നിവ തൊഴിലുടമയുടെ ബാധ്യതകളാണ്. ഫ്ലെക്സിബിൾ പാക്കേജിൽ മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം എന്നിങ്ങനെ വിവിധ കാലയളവുകളിൽ തൊഴിലാളികളെ നിയമിക്കാം. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റും സ്മാർട്ട് ആപ്പും വഴി റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തിയാക്കാനും കരാറുകൾ കൈകാര്യം ചെയ്യാനും സേവനങ്ങൾ ഉപയോഗിക്കാനും പരാതികളും അന്വേഷണങ്ങളും സമർപ്പിക്കാനും കഴിയും. അമൃത ന്യൂസ്, അബുദാബി. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴത്തുകയടയ്ക്കാതെ നിരത്തിലിറക്കിയ 100 കണക്കിന് വാഹനങ്ങൾ പിടിച്ചെടുത്ത ദുബായ് പോലീസ്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നടത്തിയ വ്യാപക പരിശോധനയിലാണ് വലിയ തുക പിഴ കുടിശ്ശികയുള്ളതും രജിസ്ട്രേഷൻ പുതുക്കാത്തതുമായ 497 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെയും നിയമലംഘകർക്കെതിരെ നടപടി ശക്തമാക്കുന്നതിന്റെയും ഭാഗമായിട്ടായിരുന്നു ദുബായ് പോലീസിന്റെ നടപടി. കസ്റ്റഡിയിലെടുത്ത പല വാഹനങ്ങൾക്കും 10,000-കണക്കിന് ദിർഹത്തിന്റെ പിഴ കുടിശ്ശികയുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വ്യക്തമാക്കി. ദീർഘകാലമായി ട്രാഫിക് പിഴ ഒടുക്കാത്ത വാഹന ഉടമകൾക്കെതിരെ സ്മാർട്ട് നിരീക്ഷണ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ട്രാഫിക് പോലീസ് നടപടി സ്വീകരിച്ചത്. ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി സർവീസ് നടത്തുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കും. പോലീസ് വാഹനം കണ്ടുകെട്ടുന്നതിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫോൺ കോളുകൾ, SMS, ഇമെയിൽ എന്നിവ വഴി കുടിശ്ശിക തീർക്കാനും രജിസ്ട്രേഷൻ പുതുക്കാനും ഉടമകളെ ബോധവൽക്കരിക്കും. റോഡുകളിലും പാർക്കിംഗ് കേന്ദ്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമുള്ള കുടിശ്ശികക്കാരുടെ വാഹനങ്ങൾ കൃത്യമായി കണ്ടെത്താൻ അത്യാധുനിക നിർമ്മിതബുദ്ധി സാങ്കേതികവിദ്യയും സ്മാർട്ട് നെറ്റ്വർക്കുകളുമാണ് ട്രാഫിക് പോലീസ് സംഘം ഉപയോഗിക്കുന്നത്. അമൃത ന്യൂസ്, ദുബായ്. എമിറേറ്റിലെ 32 സർക്കാർ സ്ഥാപനങ്ങളിലും ഏകീകൃത വർക്ക് ഫോഴ്സ് പ്രൊഡക്ടിവിറ്റി മെഷർമെന്റ് സിസ്റ്റം നടപ്പാക്കി ദുബായ്. സർക്കാർ ജീവനക്കാരുടെ എണ്ണം, ചെലവ്, സേവനങ്ങളുടെ കാര്യക്ഷമത എന്നിവ AI ഉപയോഗിച്ച് കൂടുതൽ കൃത്യമായി നിശ്ചയിക്കും. ജീവനക്കാരെയും സാമ്പത്തിക വിഭവങ്ങളും കാര്യക്ഷമമായി ഉപയോഗിക്കാനാണ് പദ്ധതി. സർക്കാർ ജീവനക്കാരെയും സാമ്പത്തിക വിഭവങ്ങളും എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുവെന്നും അതിലൂടെ ലഭിക്കുന്ന സേവന ഫലം എന്താണെന്നും ഒരേ മാനദണ്ഡത്തിൽ വിലയിരുത്തുന്നതാണ് ദുബായിലെ പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത. ലക്ഷക്കണക്കിന് ഡാറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അടിസ്ഥാനമാക്കിയാകും വിലയിരുത്തൽ. ഇതുവഴി ആവശ്യമായ മേഖലകളിൽ ജീവനക്കാരെയും വിഭവങ്ങളെയും കൂടുതൽ ഫലപ്രദമായി വിന്യസിക്കാനും സർക്കാർ സേവനങ്ങളുടെ നിലവാരം ഉയർത്താനും കഴിയും. 2020 ഏതാനും സർക്കാർ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് 5 വർഷത്തെ വികസനത്തിനൊടുവിൽ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത്. 2023 രൂപീകരിച്ച പ്രത്യേക സമിതി ഏകീകൃത മാനദണ്ഡങ്ങളും രീതികളും വികസിപ്പിച്ച് വിവിധ സ്ഥാപനങ്ങളെ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ലക്ഷക്കണക്കിന് ഡാറ്റ പോയിന്റുകൾ ശേഖരിച്ച് വിശകലനം ചെയ്താണ് സംവിധാനത്തിന്റെ മാതൃക വികസിപ്പിച്ചത്. മെഷീൻ ലേണിംഗും AI ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സ്ഥാപനങ്ങൾക്ക് ഉൽപാദനക്ഷമതാ സൂചകങ്ങൾ നിരന്തരം നിരീക്ഷിക്കാനും ജീവനക്കാരും വിഭവങ്ങളും നൽകുന്ന ഫലവുമായി താരതമ്യം ചെയ്യാനും കഴിയും. അമൃത ന്യൂസ്, ദുബായ്. കഠിനമായ വേനൽ ചൂടിന്റെ വിടവാങ്ങലിനെ സൂചിപ്പിക്കുന്ന പരമ്പരാഗത സുഹൈൽ സീസണിലേക്ക് UAE ഇന്ന് ഔദ്യോഗികമായി പ്രവേശിച്ചു. എന്നാൽ പുലർച്ചെ കനത്ത മഞ്ഞും അന്തരീക്ഷ ഈർപ്പവും മൂടിയതിനാൽ സുഹൈൽ നക്ഷത്രത്തെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചില്ല. സുഹൈൽ നക്ഷത്രം ഉദിക്കുന്നതോടെ മേഖലയിൽ താപനില കുറഞ്ഞു തുടങ്ങാറുണ്ട്. കാനോപ്പസ് എന്ന അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന സുഹൈൽ നക്ഷത്രത്തിന്റെ ഉദയത്തിന് അറബ് സംസ്കാരത്തിലും വാനശാസ്ത്രത്തിലും വലിയ പ്രാധാന്യമാണുള്ളത്. രാത്രിയിലെ ആകാശത്ത് കാണപ്പെടുന്ന ഏറ്റവും തിളക്കമുള്ള 2ാമത്തെ നക്ഷത്രമാണിത്.
നക്ഷത്രം ദൃശ്യമായില്ലെങ്കിലും ഓഗസ്റ്റ് 24 മുതൽ വേനലിന്റെ കാഠിന്യം കുറയുന്ന കാലഘട്ടമായ അൽ സഫ്രിയയുടെ ആദ്യഘട്ടത്തിന് രാജ്യത്ത് തുടക്കമായി കഴിഞ്ഞു. സീസൺ മാറ്റത്തിന്റെ പ്രതിഫലനങ്ങൾ ഇതിനകം തന്നെ പ്രകടമാണ്. പുലർച്ചെ മണ്ണിലും വെള്ളത്തിലും അനുഭവപ്പെടുന്ന തണുപ്പ്, ഒട്ടകങ്ങൾക്കും കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ആവശ്യമുള്ള അവസ്ഥ, സാമ്രമരങ്ങൾ പച്ചപിടിക്കുന്നത് തുടങ്ങിയവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. വരും ദിവസങ്ങളിൽ അന്തരീക്ഷം തെളിയുന്നതോടെ സുഹൈൽ നക്ഷത്രത്തെ വ്യക്തമായി കാണാൻ സാധിക്കും എന്നാണ് വാന നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. നക്ഷത്രം കണ്ടില്ലെങ്കിലും പകൽ സമയത്തെ കടുത്ത ചൂടിന് അയവ് വരികയും രാത്രികളിൽ താരതമ്യേന തണുപ്പുള്ള അന്തരീക്ഷം രൂപപ്പെടുകയും ചെയ്യുന്നത് വരും ആഴ്ചകളിൽ UAE നിവാസികൾക്ക് വലിയ ആശ്വാസമേകും. അമൃത ന്യൂസ്, ദുബായ്. ഗാസയിലെ ദുരിതബാധിതർക്ക് ആശ്വാസവുമായി UAE 75 ട്രക്കുകളിലായി 800 ടൺ അടിയന്തര സഹായം കൂടി എത്തിച്ചിരിക്കുകയാണ്. ഭക്ഷണം, മെഡിക്കൽ സാമഗ്രികൾ, താമസ ടെന്റുകൾ എന്നിവയുമായി 5 സഹായ വാഹന വ്യൂഹങ്ങളാണ് ഈ ആഴ്ച ഗാസയിൽ പ്രവേശിച്ചത്. ഗാസയിലെ ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കളും ചികിത്സാ സാമഗ്രികളും പാർപ്പിട സാമഗ്രികളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈജിപ്തിലെ അൽ അരീഷ് UAE മാനവിക സഹായ ലോജിസ്റ്റിക് കേന്ദ്രത്തിൽ സഹായ സാമഗ്രികൾ ശേഖരിച്ച് തരംതിരിച്ച് പാക്ക് ചെയ്ത ശേഷമാണ് ട്രക്കുകളിൽ ഗാസയിലേക്ക് അയക്കുന്നത്. സഹായം തുടർച്ചയായി എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൽ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ഷാർജയിൽ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണ് മലയാളി ബാലിക അന്തരിച്ചു. ഷാർജ അൽ നബ്ബയിൽ താമസിക്കുന്ന കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി മുബാറക് അലിയുടെ മകൾ സഫയാണ് മരിച്ചത്. 7 വയസ്സാണ്. ഷാർജയിലെ സ്വകാര്യ സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് രാവിലെ 9 മണിക്കായിരുന്നു സംഭവം. കുട്ടിയുടെ മാതാവ് മുർഷിദ ജോലിക്ക് പോയിരുന്നതിനാൽ പിതാവ് മുബാറക് മാത്രമേ ഫ്ളാറ്റിലുണ്ടായിരുന്നുള്ളൂ. മുറിയിൽ കളിച്ചുകൊണ്ടിരുന്ന സഫ ജനാല വഴി അബദ്ധത്തിൽ താഴേക്ക് പതിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ അൽ ഖാസ്മി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാവിലെ 11 മണിയോടെ മരിച്ചു. മുബാറക് ദുബായ് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനാണ്. മുർഷിദ ഷാർജയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കുടുംബം വേനലവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് തിരിച്ചെത്തിയത്. മൃതദേഹം അൽ ഖാസ്മി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കഴിഞ്ഞ 8 വർഷമായി ഷാർജയിൽ താമസിക്കുന്ന ദമ്പതികൾക്ക് ഒരു മകൾ മാത്രമേയുള്ളൂ. അമൃത ന്യൂസ്, ഷാർജ. കുവൈറ്റിലേക്ക് വരികയാണെങ്കിൽ കുവൈറ്റിലെ US എംബസിയിൽ കോൺസുലാർ സേവനങ്ങൾ വിപുലീകരിച്ചതായി എംബസി അധികൃതർ അറിയിച്ചു. എല്ലാ വിഭാഗങ്ങളിലുമുള്ള അപേക്ഷകർക്ക് വിസ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമാക്കിയതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിസ അപേക്ഷകർക്ക് നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലൂടെ അഭിമുഖ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് എംബസിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മേഖലയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് കുവൈറ്റിലെ US എംബസിയുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്നു. കുവൈറ്റിൽ തന്നെ 441 പേരുടെ താമസ മേൽവിലാസം റദ്ദാക്കിയതായി സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി. കെട്ടിട ഉടമ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കെട്ടിടം പൊളിച്ചതിനെ തുടർന്നോ ആണ് വിലാസങ്ങൾ നീക്കം ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു. വിലാസം റദ്ദാക്കപ്പെട്ട വ്യക്തികൾ പുതിയ താമസ വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിനായി സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി ഓഫീസിൽ നേരിട്ടോ സഹൽ ആപ്പ് വഴിയോ അപേക്ഷ സമർപ്പിക്കണം. ആവശ്യമായ രേഖകൾ സമർപ്പിച്ച ശേഷം 30 ദിവസത്തിനകം ഈ നടപടി പൂർത്തിയാക്കണം. നിശ്ചിത സമയത്തിനകം പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യാത്തവർക്കെതിരെ 100 കുവൈറ്റ് ദിനാർ പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററുകൾ കുവൈറ്റ് ഗൾഫ് കമ്പനികൾക്ക് ആഗോളശേഷി വികസിപ്പിക്കാനും വ്യാപാരം വിപുലീകരിക്കാനുമുള്ള മികച്ച അവസരമായിരിക്കുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപാഠി. ഇന്ത്യ വലിയൊരു ഉപഭോക്തൃ വിപണി മാത്രമല്ലെന്നും സാങ്കേതികവിദ്യ, നവീകരണം, ഗവേഷണം, വികസനം എന്നിവയുടെ ആഗോള കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കി. നിലവിൽ ഇന്ത്യയിൽ 1700-ലധികം ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവയിൽ ഏകദേശം 20 ലക്ഷം വിവിധ മേഖലകളിലുള്ള വിദഗ്ധർ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററുകൾ കുവൈറ്റും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള പുതിയൊരു പാലമായി മാറുമെന്നും അന്താരാഷ്ട്ര വിപണികളിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾക്ക് പ്രത്യേക വിദഗ്ധ ടീമുകൾ രൂപീകരിക്കാൻ ഇത് സഹായിക്കുമെന്നും അവർ പറഞ്ഞു. മുംബൈയിൽ ഫിനാൻഷ്യൽ അനലിറ്റിക്സ് ടീം, പൂനെയിൽ എഞ്ചിനീയറിംഗ് വിഭാഗം, ബംഗളൂരുവിൽ ടെക്നോളജി സെന്റർ, കൊച്ചി അല്ലെങ്കിൽ ജയ്പൂരിൽ പ്രത്യേക പ്രവർത്തന യൂണിറ്റുകൾ എന്നിവ സ്ഥാപിക്കാനാകുമെന്നും അവർ വ്യക്തമാക്കി. ഇനി സൗദിയിലേക്ക് വരികയാണെങ്കിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കുന്നതിലും വിതരണ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും വീഴ്ച വരുത്തിയതിനെ തുടർന്ന് സൗദി അറേബ്യയിലെ 17 ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങൾക്കായി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ആകെ 15.75 ലക്ഷം റിയാൽ പിഴ ചുമത്തി. 2026 മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ നടത്തിയ പരിശോധനകളിലാണ് ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. RSD
സിസ്റ്റം വഴി വിവരങ്ങൾ രേഖപ്പെടുത്താത്ത 8 സ്ഥാപനങ്ങൾ, മരുന്ന് ലഭ്യത ഉറപ്പാക്കാത്ത 4 സ്ഥാപനങ്ങൾ, ക്ഷാമം മുൻകൂട്ടി അതോറിറ്റിയെ അറിയിക്കാത്ത 4 സ്ഥാപനങ്ങൾ, ആവശ്യത്തിന് മരുന്ന് സ്റ്റോക്ക് സൂക്ഷിക്കാത്ത 1 സ്ഥാപനം എന്നിവയ്ക്കെതിരെയാണ് നടപടി. ഇത്തരം ഗുരുതര വീഴ്ചകൾക്ക് 50 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്താനും സ്ഥാപനം താൽക്കാലികമായി അടച്ചിടാനും സൗദി നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സൗദി അറേബ്യയിൽ സ്വന്തം തൊഴിലുടമയുടെ കീഴിലല്ലാതെ സ്വയം തൊഴിൽ ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമലംഘനം നടത്തുന്നവർക്ക് 50,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും ശിക്ഷ ലഭിക്കും. ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇവരെ രാജ്യത്ത് നിന്ന് നാടുകടത്തും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യയിലുള്ളവർ 911 എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിലുള്ളവർ 999 എന്ന നമ്പറിലും അറിയിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സൗദി ദേശീയ സാമൂഹിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പുതിയ ഔദ്യോഗിക വക്താവായി ഹിബ ബിൻ ഹാമിദ് അൽ ഒവാലിയെ നിയമിച്ചു. സ്ഥാപനത്തിന്റെ മാധ്യമ വിഭാഗം മേധാവിയായി ചുമതലയേറ്റ ഹിബ കേന്ദ്രത്തിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളും പദ്ധതികളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ആശയവിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും നേതൃത്വം നൽകും. സൗദിയുടെ സാമൂഹിക വികസനത്തിലും നയരൂപീകരണത്തിലും വക്താവിന്റെ മാധ്യമ ഇടപെടലുകൾ നിർണായക പങ്ക് വഹിക്കും. പ്രമുഖ ഗൃഹോപകരണ നിർമ്മാതാക്കളായ പ്രസ്റ്റീജ് ആദ്യ മിക്സർ ഗ്രൈൻഡർ പുറത്തിറക്കി. ഓണത്തോടനുബന്ധിച്ചാണ് 25% വിലക്കിഴിവോടെ UAEയിൽ ഉൽപ്പന്നം പുറത്തിറക്കിയിട്ടുള്ളത്. എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും മിക്സർ ഗ്രൈൻഡറുകൾ ലഭ്യമാണ്. പതിറ്റാണ്ടുകളായി ഉപഭോക്താക്കളുടെ പ്രിയ ഗൃഹോപകരണ ബ്രാൻഡായി തുടരുന്ന പ്രസ്റ്റീജ് ആദ്യമായിട്ടാണ് മിക്സർ ഗ്രൈൻഡർ UAE മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നത്. UAEയുടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് മിക്സർ ഗ്രൈൻഡർ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പ്രസ്റ്റീജ് അപ്ലയൻസസ് ഡിവിഷണൽ ഹെഡ് ജയ എൻജാമുരി പറഞ്ഞു. ഇന്റർലോക്കിംഗ് ഡ്യുവൽ സേഫ്റ്റി ഫീച്ചർ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകതയാണ്. ലോഞ്ചിങ്ങിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ഓഫർ ഈ മാസം അവസാനം വരെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. We are more famous into cookware and bakeware products. This is the first time we are launching in UAE with appliances, that also with Indian mixer grinders. This is one of the best mixer grinders as I have seen till now. വേഗത്തിൽ അരച്ചെടുക്കാൻ സാധിക്കുന്ന 5 സൂപ്പർ എഫിഷ്യന്റ് ബ്ലേഡുകൾ, ജ്യൂസ്, ചട്നി തുടങ്ങി വിവിധ ഭക്ഷ്യസാധനങ്ങൾ തയ്യാറാക്കാൻ 3 തരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ജാറുകൾ തുടങ്ങിയവയെല്ലാം മിക്സർ ഗ്രൈൻഡറിന്റെ പ്രത്യേകതയാണ്. വളരെ സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഗ്രൈൻഡറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. വിവിധ വാട്ടുകളിലുള്ള ഗ്രൈൻഡറുകൾ ലഭ്യമാണ്. അമൃത ന്യൂസ്, ദുബായ്. എല്ലാവരും പൂക്കൾ കൊണ്ടാണ് പൂക്കളം തീർക്കാറുള്ളത്. എന്നാൽ ഓണാഘോഷം കളറാക്കാൻ വേറിട്ട പൂക്കളം ഒരുക്കിയിരിക്കുകയാണ് മുക്കം നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ. കോഴിക്കോട് നിന്നുള്ള മനോഹരമായ ആ കാഴ്ചയിലേക്കാണിനി. മുക്കം നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ പൂക്കളം ഒരുക്കിയത് കേവലം പൂക്കൾ കൊണ്ടല്ല, പകരം വ്യത്യസ്തമായ അജൈവ മാലിന്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ നിസ്സാരമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളും ഉപയോഗശൂന്യമായ പേപ്പറുകളുമാണ് കുറ്റിപ്പാലയിലുള്ള മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഗോഡൌണിൽ ഒരുക്കിയ കളത്തിലെ പൂക്കൾ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുക്കം നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ പൂക്കളം ഒരുക്കിയത്. ഓണത്തിന് വ്യത്യസ്തമായി എന്ത് ചെയ്യാമെന്ന ആലോചനയിൽ നിന്നാണ് ഇങ്ങനെയൊരു ആശയം ഉദിച്ചതെന്നും സാധാരണ പൂക്കളം ഇടുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നെന്നും ഹരിതകർമ്മസേനാംഗങ്ങൾ പറയുന്നു. ഞങ്ങൾ എല്ലാവരോടും കൂടി ചേർന്ന് വീടുകളിൽ ശേഖരിച്ച തുണി, പ്ലാസ്റ്റിക്കുകള്, പിന്നെ പേപ്പറുകള്, പിന്നെ പ്ലാസ്റ്റിക്കിലെ പല ഐറ്റംസ് ഉണ്ട്, അതൊക്കെ കൂടി ചേർത്ത് അരിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരോടും കൂടി ഇങ്ങനെ ഒരു പൂക്കളം ഉണ്ടാക്കിയത്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ അരിയാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് സാധാരണ പൂവ് അരിഞ്ഞെടുക്കുന്ന ലാഘവത്തോടെ അത് അരിഞ്ഞെടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഞങ്ങൾ കുറെ റിസ്ക് ഒക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയത്. മാലിന്യങ്ങൾ ഓരോ നിറങ്ങൾക്കനുസരിച്ച് വേർതിരിച്ച് തയ്യാറാക്കിയ മനോഹരമായ പൂക്കളത്തിന് വലിയ അഭിനന്ദനങ്ങളാണ് ലഭിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.
ഇനി തിരുവോണത്തെ വരവേൽക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ്. തിരുവോണത്തെ വരവേറ്റ് കാസർഗോഡ് ഓണത്താറാട്ടത്തിന്റെ മണിക്കിലുക്കം. വീട്ടുമുറ്റങ്ങളിലെത്തി പൂക്കളത്തിന് ചുറ്റും ഓണത്താർ ചുവടുവെക്കുന്നത് ഗൃഹാതുരമായ ഒരു കാഴ്ചയാണ്. തെയ്യ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ ഓണത്താറാട്ടത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണുള്ളത്. ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ഓട്ടുമണിയുമായി ഓണത്താർ വീട്ടുമുറ്റങ്ങളിൽ ചുവടുവെക്കുകയാണ്. ഉത്തര കേരളത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തിൽ തിരുവോണ സമൃദ്ധി അറിയിക്കുന്ന ഗൃഹാതുരമായ കാഴ്ച. മുഖത്തെഴുത്തിനൊപ്പം അരയിൽ കാണിയും പട്ടും കിരീടവും ഓണത്താറിനെ ആകർഷകമാക്കുന്നു. ഓണവില്ലും ഓട്ടുമണിയും കൈകളിലേന്തി പൂക്കളത്തിന് ചുറ്റും തോറ്റമ്പാട്ടിനൊത്ത് ചുവടുവെക്കുന്ന ഓണത്താറാട്ടം നൂറ്റാണ്ടുകളായി തുടരുന്ന അനുഷ്ഠാന പാരമ്പര്യമാണ്. തെയ്യ സമ്പ്രദായ പ്രകാരമാണ് ഓണത്താർ കെട്ടിയാടുന്നത്. നീലേശ്വരത്തിന്റെ ഗ്രാമവഴികളിലാണ് മുടക്കമില്ലാതെ ഓണത്താർ ചിങ്ങമാസം പിറന്നാൽ വീടുകളിലെത്തുന്നത്. തോരത്തിൽ പാടിയിരിക്കുന്നത് പിന്നെ വെച്ച കണ്ണാടി വിളക്ക് വീടം വെണ്ണ നൽ പൂക്കുല ഒന്നച്ചാന്ത്. അതായത് നമ്മളെ വീട്ടിൽ വെക്കുന്ന വിളക്കിൻ്റെ ഐശ്വര്യം. അതേപോലെ പിന്നെ ഓണത്തിനെ പറ്റി പറഞ്ഞ് ഓണവില്ല് കയ്യിലുണ്ട്, പിന്നെ മണി കയ്യിലുണ്ട്, പിന്നെ കൃഷ്ണൻ്റെ രൂപത്തിൽ വരുന്നത്. മാവേലിയായിട്ട് വരുന്നതല്ല, മാവേലി വരുന്നതിൻ്റെ സങ്കല്പത്തിൽ മാവേലിനെ കൊണ്ടുവരുന്നത് എന്ന രീതിയിൽ കൃഷ്ണന്റെ രൂപത്തിൽ വരുന്നു. തിരുവോണത്തിനായി ചിങ്ങമാസത്തിൽ അണിഞ്ഞൊരുങ്ങിയ പ്രകൃതിയെയും വിഷ്ണു ഭഗവാനെയും തോറ്റമ്പാട്ടിലൂടെ സ്തുതിച്ചു പാടിക്കൊണ്ടാണ് ഓണത്താറിന്റെ ദേശസഞ്ചാരം. തിരുവോണ ദിവസം വരെ ഓണത്താർ വീട്ടുമുറ്റങ്ങളിലെത്തും. അമൃത ന്യൂസ്, കാസർഗോഡ്. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും സമരം പ്രഖ്യാപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. നേരത്തെ സമരം അവസാനിപ്പിച്ചപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നും ഇതിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 5-ന് രാജ്യവ്യാപകമായി സമരം നടത്തുമെന്നും CJP അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും സമരം സംഘടിപ്പിക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. സെപ്റ്റംബർ 5-ന് ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. കൂടാതെ രാജ്യവ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും CJP അറിയിച്ചു. ഇന്ന് ഓൺലൈനായി ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് തീരുമാനം. പോലീസ് നടപടിയിൽ പരിക്കേറ്റവരും അവരുടെ കുടുംബവും പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ജൂലൈ 25-ന് സമരം അവസാനിപ്പിച്ചപ്പോൾ നൽകിയ ഉറപ്പുകൾ കേന്ദ്ര സർക്കാർ പാലിച്ചില്ലെന്ന് CJP നേതാക്കൾ ആരോപിച്ചു. ഡൽഹി, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടികൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ല. വിദ്യാർത്ഥികളോട് സർക്കാർ വഞ്ചന കാണിച്ചെന്നും CJP വർക്കിംഗ് കമ്മിറ്റി വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന വാഗ്ദാനവും പാലിച്ചില്ലെന്നും കോക്രോച്ച് ജനതാ പാർട്ടി ചൂണ്ടിക്കാട്ടി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇതോടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.